മിറാക്കുലസ് ഡേയ്സ് വിത്ത് മോഹൻജി, മോഹൻജിയോടൊത്തുള്ള അത്ഭുത ദിനങ്ങൾ. രാജേഷ് കാമത്ത്. വിവർത്തനം ശങ്കരനാരായണൻ മീറ്റ്ന. അധ്യായം 14. ഋഷികേശിൽ ഒന്ന് ഉലയ്ക്കപ്പെട്ടു. സ്വഭാവത്തിന് ഇളക്കം തട്ടിയില്ല. മോഹൻജിയെ 2010 മുതൽ അറിയുന്ന ഒരു ആരാധകൻ അദ്ദേഹത്തെ ഋഷികേശിൽ വെച്ച് കാണുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു പൊതുമേഖലാ ബാങ്കിൽ വായ്പ ഉദ്യോഗസ്ഥനായിരുന്നു ഈ ആരാധകൻ. നമുക്കിനി അദ്ദേഹത്തെ വായ്പക്കാരൻ എന്ന് വിളിക്കാം. അദ്ദേഹം അവിവാഹിതനായിരുന്നു, അതുകൊണ്ട് തനിച്ചുമായിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം മോഹൻജിയെ ധർമ്മശാലയിൽ വെച്ച് കാണാൻ ശ്രമിച്ചിരുന്നു. മോഹൻജിക്ക് ജോലി തിരക്കായിരുന്നതുകൊണ്ട് കാണാൻ അനുമതി കിട്ടിയില്ല. പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹത്തിന് അദ്ദേഹം ധർമ്മശാലയിൽ ചെന്ന് ഭാഗ്യം പരീക്ഷിക്കാമെന്ന് നിശ്ചയിച്ചു. അവിടെ ചെന്ന് 2 ദിവസം താമസിച്ചിട്ടും മോഹൻജിയെ കാണാൻ കഴിഞ്ഞില്ല. ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ അനുവദിക്കണമെന്ന് അനുയായികളോട് അഭ്യർത്ഥിച്ചു. മോഹൻജി ചില പ്രധാന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ വ്യതിചലിക്കരുതെന്ന് കരുതി അവർ അനുവദിച്ചില്ല. അന്നു മുതൽ മോഹൻജിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരത്തിനായി വായ്പക്കാരൻ കാത്തിരിക്കുകയായിരുന്നു. മോഹൻജി ഋഷികേശിൽ ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചപ്പോൾ മോഹൻജിയുടെ കൂടെ അല്പസമയം ചെലവഴിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. മോഹൻജി സമ്മതിച്ചു. അക്കാലത്ത് വായ്പക്കാരൻ ഋഷികേശിനടുത്തുള്ള റൂർക്കിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. രാവിലെയുള്ള പരിപാടികൾക്ക് ശേഷം ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിന് ഞങ്ങളോടൊപ്പം ചേരുവാൻ ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. പരിപാടികൾക്ക് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് വസ്ത്രങ്ങൾ മാറി. മോഹൻജി ഫോൺ സന്ദേശങ്ങൾ നോക്കുകയും ഫോൺ വിളികൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. വായ്പക്കാരനെ കാണാൻ ഒരു തിടുക്കവുമില്ലെന്ന് തോന്നി. കൂടിക്കാഴ്ചകൾക്ക് മോഹൻജി എപ്പോഴും സമയത്തിന് മുമ്പ് എത്താറുണ്ട്. ഹോട്ടൽ സ്വീകരണ മുറിയിൽ വായ്പക്കാരൻ കാത്തിരിക്കുന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു. മോഹൻജി പെട്ടെന്ന് പറഞ്ഞു, എനിക്കറിയാം. അദ്ദേഹം തയ്യാറാകുന്നതുവരെ കാക്കാമെന്ന് ഞാനും കരുതി. ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞ് മോഹൻജി എഴുന്നേറ്റ് വായ്പക്കാരൻ കാത്തിരുന്ന സ്വീകരണ മുറിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിരുന്നില്ല, അതുകൊണ്ട് എല്ലാം സ്വർഗീയ വിഭവങ്ങളായി തോന്നി. സ്വീകരണ മുറിയിൽ വെച്ച് കണ്ടതായി നടിച്ചതും ഭക്ഷണ സമയത്ത് കുടുംബത്തെപ്പറ്റി അല്പം ചിലത് ചോദിച്ചതും മാത്രമായിരുന്നു വായ്പക്കാരൻ്റെ സാന്നിധ്യത്തിന് മോഹൻജി നൽകിയ അംഗീകാരം. ഇത് മോഹൻജിയുടെ സാധാരണ സ്വഭാവമായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും ഒരു സന്ദർശകന് തൃപ്തിയാകത്തക്ക വിധം പെരുമാറാറുണ്ട്. വായ്പക്കാരനെ അല്പം പോലും ശ്രദ്ധിക്കാതെ മോഹൻജി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വായ്പക്കാരൻ തന്നെ മൗനം ഭഞ്ജിച്ചു. അദ്ദേഹം ചോദിച്ചു, ഞാൻ പലതവണ ശ്രമിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങയെ കാണാൻ കഴിയാഞ്ഞത്? അപ്പോൾ അണക്കെട്ട് പൊട്ടി. മൂർച്ചയുള്ള വാക്കുകളിലൂടെ മോഹൻജി തൻ്റെ നേരെ വാ നേരെ പോ പ്രകൃതിയുടെയും വെട്ടിത്തുറന്ന പെരുമാറ്റത്തിൻ്റെയും ചില ഉൾക്കാഴ്ചകൾ നൽകി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ വലിയ അഹംഭാവവുമാണ് അതിന് കാരണം. നിങ്ങൾ വായ്പകൾ അനുവദിക്കുന്നത് കൊണ്ട് ധാരാളം ആളുകൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ സമൂഹത്തിൽ ഒരു പ്രധാന വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഞാൻ അങ്ങനെ കരുതുന്നില്ല. നിങ്ങൾക്കും നിങ്ങളുടെ അഹങ്കാരത്തിനും എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വിലകെടുന്നതിലും നല്ലത് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം കുറച്ചു നേരം വായ്പക്കാരനെ എടുത്തിട്ട് അലക്കി. പിന്നെ ശാന്തനായി ഭക്ഷണത്തിലേക്ക് തിരിച്ചു വന്നു. ഉള്ളത് പറയണമല്ലോ, വായ്പക്കാരൻ ഈ താടനം ഗുരുവിൽ നിന്നുള്ള അകളങ്കമായ ഒരു പ്രതികരണമായേ എടുത്തുള്ളൂ. അദ്ദേഹം മോഹൻജിയുടെ പ്രീതി നേടുവാനായി പ്രയത്നിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തതുപോലെ തോന്നി. തന്നെ കാണുക അത്ര എളുപ്പമായ കാര്യമല്ലെന്ന് മോഹൻജി ഒരിക്കൽ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സമീപം ഇത്രയധികം സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഞാൻ മഹാഭാഗ്യവാനാണെന്ന് എനിക്ക് ബോധമുണ്ടായി. ഗുരുവിൻ്റെ അനുഗ്രഹവും സഹായഹസ്തവും ചെറിയ കാര്യങ്ങളായി കാണരുതെന്ന ശരിയായ ഒരു പാഠം. ഗുരുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് എളുപ്പം നേടുന്നത് അതിലും വേഗം നമ്മുടെ അഹങ്കാരവും വിഡ്ഢിത്തവും കൊണ്ട് നഷ്ടപ്പെടുത്തുവാനും കഴിയും. മോഹൻജിയുടെ വാക്കുകൾ അനുഗ്രഹം ഗുരുവിനെ തന്നു. മനസ്സ് അതിനെ എടുത്തുകൊണ്ടുപോയി. ഉച്ചഭക്ഷണത്തിന് ശേഷം മോഹൻജി സ്വാമിജിയെ കാണുവാനായി ശിവാനന്ദാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. ഞാൻ ഹോട്ടൽ ബില്ല് തീർക്കുകയായിരുന്നു. വായ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഒരു സാധു വന്നു. അദ്ദേഹം ഒരു കുസൃതിച്ചിരിയോടെ നേരെ മോഹൻജിയുടെ അടുത്തേക്ക് പോയി. ആ സാധുവിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുന്നതിൽ കൂടുതലായി എന്തോ ചിലത് ഉണ്ട് എന്നതിൻ്റെ സൂചനയായിരുന്നു അത്.
ഞാൻ ബില്ല് തീർത്ത് ഹോട്ടലിന് പുറത്ത് അവരോടൊപ്പം ചേർന്നു. സാധു കീറി തുടങ്ങിയ ഒരു കാവി ധോത്തി ഉടുത്തിരുന്നു. ഒരു സാധാരണ തോർത്ത് പുതച്ചിരുന്നു. രാജസ്ഥാനി ഹിന്ദിയിലായിരുന്നു സംസാരം. മോഹൻജിയുടെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം ബഹുമാനസൂചകമായി ചെരുപ്പ് അഴിച്ചു വെച്ചിരുന്നു. മോഹൻജി ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ തൊഴുതു. അദ്ദേഹത്തോട് ചോദിച്ചു, സുഖമല്ലേ? ആഹാരം കഴിച്ചോ? സാധു പറഞ്ഞു, സുഖം തന്നെ. ഉവ്, ആഹാരം കഴിച്ചു. മോഹൻജി ചോദിച്ചു, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? സാധു പറഞ്ഞു, അങ്ങയ്ക്ക് എന്തും എല്ലാം ചെയ്യാൻ കഴിയും. മോഹൻജി ചിരിച്ചു. തൻ്റെ ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. സാധു തൻ്റെ ബാഗിൽ നിന്ന് ഒരു പുസ്തകം പുറത്തെടുത്ത് മോഹൻജിയെ കാണിച്ചു. അതിൻ്റെ മുൻവശത്ത് ഭഗവാൻ ദത്താത്രേയൻ്റെ പടം ഉണ്ടായിരുന്നു. മോഹൻജി ഞങ്ങളെ നോക്കി പറഞ്ഞു, നോക്കൂ, ഭഗവാന്റെ പടം. സാധു പേജുകൾ മറിച്ച് ഒരു പേജിൽ നിർത്തി. അതിൽ നാഥസമ്പ്രദായത്തിലെ ശക്തനായ ഒരു ഗുരുവായ സ്വാമി ബാലക്നാഥിൻ്റെ പടമുണ്ടായിരുന്നു. പടത്തിന് താഴെ ഭഗവത്ഗീതയിൽ നിന്നുള്ള പ്രസിദ്ധമായ ഈ ശ്ലോകമുണ്ടായിരുന്നു: യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുമ്പോഴെല്ലാം താൻ അവതാരമെടുക്കുന്നുവെന്ന ഭഗവാന്റെ അനന്തമായ പ്രതിജ്ഞ. ബാലക്നാഥിൻ്റെ പടം അദ്ദേഹവുമായുള്ള മോഹൻജിയുടെ മുജ്ജന്മ ബന്ധത്തെയും ശ്രീ ദത്താത്രേയൻ്റെ പടവും ശ്ലോകവും അസ്വസ്ഥമായ ഈ കാലത്ത് മോഹൻജി ദത്താത്രേയൻ്റെ ഒരു അവതാരമായി വന്നതാണെന്ന വസ്തുതയെയും സൂചിപ്പിക്കുകയായിരുന്നു സാധു എന്ന് എനിക്ക് തോന്നി. മോഹൻജി എന്നോട് സാധുവിന് 500 രൂപ കൊടുക്കുവാൻ പറഞ്ഞു. മോഹൻജി ചോദിച്ചു, ഇപ്പോൾ സന്തോഷമായോ? സാധു നന്ദി പറഞ്ഞു. മോഹൻജി വീണ്ടും ചോദിച്ചു, എനിക്ക് ഇനിയും എന്തെങ്കിലും അങ്ങയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ? മോഹൻജിയിൽ നിന്ന് ഒരു വെളുത്ത അംഗവസ്ത്രമോ ഒരു രാംനാമി അംഗവസ്ത്രമോ ലഭിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നതായി സാധു പറഞ്ഞു. മോഹൻജി എന്നോട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനും ആവശ്യമുള്ളത് എന്തായാലും വാങ്ങിക്കൊടുക്കുവാനും പറഞ്ഞു. ഞാൻ അനങ്ങുന്നതിന് മുമ്പ് വായ്പക്കാരൻ ആ ചുമതല ഏറ്റെടുത്തു. മോഹൻജി സമ്മതിച്ചു. അദ്ദേഹത്തോട് സാധുവിൻ്റെ കൂടെ പോകാനും ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കാനും പറഞ്ഞു. എൻ്റെ ജാഗ്രത കുറവിൽ എനിക്ക് കുറ്റബോധം തോന്നി. എന്നാൽ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അത് വായ്പക്കാരൻ്റെ ഊഴം തന്നെ ആയിരുന്നു എന്ന് എനിക്ക് സ്പഷ്ടമായി. സാധു മോഹൻജിയോട് പറഞ്ഞു, അങ്ങ് ആരാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ ശരിയായ രൂപം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങ് വെള്ളവസ്ത്രങ്ങളല്ല ധരിച്ചിരിക്കുന്നത് എങ്കിലും ഞാൻ അങ്ങയെ തിരിച്ചറിയുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ മോഹൻജിയോട് ചോദിച്ചു. അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാമെന്ന് മോഹൻജി പറഞ്ഞു. വായ്പക്കാരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കർക്കശമായി പറഞ്ഞു, സ്വാമിജി, മോഹൻജി ഒരു കാര്യം ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ അതിലധികമൊന്നും ചോദിക്കണ്ട. ആ കർക്കശ സ്വരം ഭിക്ഷയാചിക്കുന്ന ഒരു സാധുവിന് ചേർന്നതായിരുന്നില്ല. ഒന്ന് സ്പഷ്ടമായി പറയുവാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഞാൻ വീണ്ടും ചോദിച്ചു. കൃത്യമായ ഒരു ഉത്തരം കിട്ടിയില്ല. 2 തവണ അദ്ദേഹം മോഹൻജിയുടെ പാദം തൊടുവാൻ ശ്രമിച്ചു. 2 തവണയും മോഹൻജി അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അത് തടഞ്ഞു. മോഹൻജി സാധുവിനോട് ചോദിച്ചു, ഞാൻ പോകട്ടെ? സാധു അദ്ദേഹത്തിൻ്റെ പാദം തൊടുവാൻ പിന്നെയും ശ്രമിച്ചു. മോഹൻജി മൃദുവായി എന്നാൽ ഉറപ്പായി അത് തടഞ്ഞു. സാധുവിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പ്രധാന റോഡിലെ ഏറെ പ്രാധാന്യമുള്ള ശിവാനന്ദ ആശ്രമത്തിലേക്ക് നടന്നു. ആശ്രമത്തിലേക്ക് നടക്കുമ്പോൾ മോഹൻജി തന്നോട് തന്നെ എന്ന പോലെ പറഞ്ഞു, ഈ അവതാരത്തിൽ ഞാൻ വളരെയധികം ആളുകളുടെ ഒരുമിച്ച് കളിക്കും. എന്നെയോ എൻ്റെ കളി എന്താണെന്നോ മനസ്സിലാകുന്നവർ വളരെ കുറവായിരിക്കും. അധികം പേരും മനസ്സിലാക്കുകയില്ല. അവർക്ക് എന്നെ നഷ്ടപ്പെടും. എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അദ്ദേഹം എന്താണ് അർത്ഥമാക്കിയത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മോഹൻജി ചോദ്യം അവഗണിച്ചു, വിശദീകരിച്ചില്ല. ആശ്രമത്തിലെത്തിയ ഞങ്ങൾ നേരെ സ്വാമിജി താമസിക്കുന്ന പാർവതി കുടീരത്തിലേക്ക് പോയി. ആശ്രമം സാധാരണവും ശാന്തവുമായ സ്ഥലമാണ്. പല പഴയ കെട്ടിടങ്ങളും ചുറ്റിക്കയറുന്ന റോഡുകളാൽ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ സ്ഥലം നല്ല വ്യായാമം ഒരുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എവിടെ എത്തണമെങ്കിലും
കുറേ ദൂരം കുന്നുകയറണം. അവിടുത്തെ പ്രശാന്തത മനസ്സിന് കുളിർമ നൽകുന്നു. മഹാഗുരു സ്വാമി ശിവാനന്ദൻ്റെ സാന്നിധ്യം കൊണ്ട് പവിത്രീകൃതമായ ആ പുണ്യഭൂമിയെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിച്ചു. സ്വാമിജി മോഹൻജിയെ ഒരു പഴയ സ്നേഹിതനെ എന്ന പോലെ ഹൃദ്യമായി സ്വീകരിച്ചു. മോഹൻജി സ്വാമിക്ക് വേണ്ടി പ്രത്യേകമായി ദുബായിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ഈത്തപ്പഴം അദ്ദേഹത്തിന് കൊടുത്തു. അവരുടെ സംഭാഷണം അധികവും മലയാളത്തിലായിരുന്നു. അദ്ദേഹം മോഹൻജിയുടെ കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് സംസാരിച്ചിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ മാസം അവസാനിച്ച വ്യാപകമായ തൻ്റെ വിദേശ യാത്രകളെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും മോഹൻജി പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ട്രെയിൻ യാത്ര ഉള്ളതുകൊണ്ട് ഞങ്ങൾ സംഭാഷണം അവസാനിപ്പിച്ച് സ്വാമിജിയോട് വിടവാങ്ങി ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. ഞാൻ വായ്പക്കാരനെ ഫോണിൽ വിളിച്ച് വർത്തമാനങ്ങൾ അന്വേഷിച്ചു. സംസാരം കേട്ടപ്പോൾ അദ്ദേഹം വളരെ സന്തുഷ്ടനാണെന്ന് തോന്നിയില്ല. താൻ ഇപ്പോഴും അങ്ങാടിയിൽ തന്നെയാണെന്നും ഇനിയും സമയമെടുക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളെ ഹോട്ടലിൽ വന്നു കാണുവാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനത്തിൽ മോഹൻജിയുടെ കൂടെ ഇരിക്കാൻ കഴിയാഞ്ഞതിൽ അദ്ദേഹത്തിന് ഖേദം ഉണ്ടായിരിക്കാം. മോഹൻ എന്നത് ശ്രീകൃഷ്ണന്റെ മറ്റൊരു നാമമാണ്. സ്വാമിജിയെ കാണുന്നതിലുള്ള ആനന്ദവും അദ്ദേഹത്തിന് നഷ്ടമായി. പിന്നീട് അദ്ദേഹം ഹോട്ടലിലേക്ക് വന്നു. സാധുവിൻ്റെ കൂടെയുണ്ടായ അനുഭവത്തെക്കുറിച്ച് മോഹൻജി ചോദിച്ചു. വായ്പക്കാരൻ തൻ്റെ അനുഭവം ഇങ്ങനെ വിവരിച്ചു. സാധു എന്നെ തെരുവിൻ്റെ ഒരു ചെറിയ നാടൻ ഭാഗത്തേക്ക് കൊണ്ടുപോയി. നല്ല ഷാൾ കിട്ടാൻ പീടിക തെരുവിൻ്റെ പ്രധാന ഭാഗത്ത് പോവുകയാണ് നല്ലത് എന്ന് ഞാൻ നിർദ്ദേശിച്ചു. സാധു എന്നോട് കർക്കശമായി പറഞ്ഞു. എവിടേക്കാണ് പോകേണ്ടത് എന്ന് ഞാൻ ചോദിച്ചോ? സ്വാമിജി എന്താണ് പറഞ്ഞത്? എനിക്ക് ആവശ്യമുള്ളത് വാങ്ങിത്തരാൻ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി. അയാളുടെ ആജ്ഞാസ്വരവും അധികാരഭാവവും എന്നെ ആശ്ചര്യപ്പെടുത്തുകയും ക്ഷോഭിപ്പിക്കുകയും ചെയ്തു. ഭിക്ഷ യാചിക്കുന്ന ഒരു സാധുവിൽ നിന്ന് ഇത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പല പീടികകളിലും കയറിയിറങ്ങി. ഉദ്ദേശിച്ച ഷാൾ ഒരിടത്തും കിട്ടിയില്ല. ഒരു പീടികയിൽ കാവി നിറത്തിലുള്ള ഒരു ഷാൾ കാണിച്ചു. അത് സന്യാസിമാർക്കുള്ളതാണെന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ പ്രധാന പീടികത്തെരുവിൽ നോക്കാമെന്ന് നിശ്ചയിച്ചു. സാധുവിൻ്റെ നടത്തം ഞാൻ ശ്രദ്ധിച്ചു. നല്ല ആത്മവിശ്വാസത്തോടെയുള്ള നടത്തം. ഇടത് കൈയിൽ ഒരു ഊന്നുവടി മുറുകെ പിടിച്ചിരുന്നു. വളരെ വേഗത്തിൽ നടന്നിരുന്നു. കൂടെ എത്താൻ എനിക്ക് ഓടേണ്ടി വന്നു. ഇത് വിസ്മയകരമായിരുന്നു. അയാളാണ് ഭിക്ഷ ചോദിച്ചത്. എന്നോട് ചോദിക്കാൻ പോലും തുനിയാതെ അയാൾ എല്ലാം തൻ്റെ ഇഷ്ടം പോലെ തീരുമാനിക്കുന്നു. ഞാൻ അയാളുടെ പിന്നാലെ നടക്കുന്നു. ഞാൻ ആശ്ചര്യപ്പെട്ടു. ഭിക്ഷ എന്ന ആശയത്തെ തലകീഴ് മറിച്ച ഈ സാധു ആരാണ്? എനിക്ക് നിരാശ തോന്നി തുടങ്ങി. ഒരു നിമിഷം ഞാൻ ആലോചിച്ചു, ഇയാൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിനുള്ള പണം വാങ്ങി തന്നെത്താൻ പോയി ഷാൾ വാങ്ങിക്കൂടെ? എൻ്റെ സമയം വെറുതെ കളയുന്നത് എന്തിനാണ്? എനിക്ക് മോഹൻജിയുടെ കൂടെ ഇരിക്കാമല്ലോ. പിന്നെ എനിക്ക് തോന്നി, മോഹൻജി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും ഉണ്ടാകും. പറഞ്ഞത് ഞാൻ അനുസരിക്കണം. ഞങ്ങൾ നടക്കുമ്പോൾ മോഹൻജിയുടെ ആശ്രമം എവിടെയാണെന്ന് സാധു ചോദിച്ചു. ധർമ്മശാലയിലാണെന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം ഒരു പരുക്കൻ ആജ്ഞാസ്വരത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറെ വിളിച്ചു. അദ്ദേഹം ഡ്രൈവറുടെ കൂടെ മുൻ സീറ്റിലിരുന്നു. എന്നോട് പിൻസീറ്റിലിരിക്കാൻ പറഞ്ഞു. ഞങ്ങളെ പ്രധാന അങ്ങാടിയിലേക്ക് കൊണ്ടുപോകാൻ ഡ്രൈവറോട് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി. ഓട്ടോറിക്ഷ കൂലി കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ച് അദ്ദേഹം നടന്നു. ഒരു വഴിവാണിഭക്കാരനോട് സാധു വസ്ത്രക്കടകളെക്കുറിച്ച് ചോദിച്ചു. സാധുവിൻ്റെ വേഷം കാരണമായിരിക്കാം അയാൾ ശരിയായി പറഞ്ഞു കൊടുത്തില്ല. സാധു അയാളെ ശകാരിച്ചു. ശരിയായി പറഞ്ഞു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ശാസന കിട്ടിയ വാണിഭക്കാരൻ വേണ്ടതുപോലെ പറഞ്ഞു തന്നു. ഞങ്ങൾ പല വസ്ത്രക്കടകളിലും നോക്കി. എല്ലായിടത്തും സാധു അതേ ആധികാരിക സ്വരത്തിലാണ് സംസാരിച്ചത്. ഒരു കടയിൽ 2000 രൂപ വിലയുള്ള ഒരു ഷാൾ കാണിച്ചു. താൻ നോക്കുന്നത് അതല്ല എന്ന് പറഞ്ഞ് അത് നിരസിച്ചു. ഒടുവിൽ അദ്ദേഹം അന്വേഷിച്ചിരുന്നത് കിട്ടി. 5 അടി നീളമുള്ള ഒരു ഇളം ചുവപ്പ് പരുത്തി തുണി ഷാൾ. 200 രൂപയായിരുന്നു അതിന് വില. അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമിജി മോഹൻജി വളരെ ദൂരെ നിന്നാണ് വരുന്നത്. അദ്ദേഹം ഒരു നല്ല യോഗിയാണ്. ഞാൻ ഇതുവരെ ആരോടും ഈ ഷാൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി ആരോടും ആവശ്യപ്പെടുകയുമില്ല. മോഹൻജിയിൽ നിന്ന് മാത്രം. അദ്ദേഹം ഇതുകൂടി പറഞ്ഞു, 1.25 लाख से भी ज़्यादा कीमती है ये दान.
1.25 ലക്ഷം രൂപയേക്കാൾ വിലയുണ്ട് ഈ ദാനത്തിന്. ഇനി എന്തെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ചെയ്യാവുന്നതായി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഓട്ടോറിക്ഷ കൂലിക്കായി 10 രൂപ കൊടുക്കുവാൻ അദ്ദേഹം പറഞ്ഞു. പിന്നെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അദ്ദേഹം പോയി. അദ്ദേഹത്തിൽ നിന്ന് അസാധാരണമായി നല്ല വിഭൂതിയുടെ ഗന്ധം വരുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. വായ്പക്കാരൻ തൻ്റെ അനുഭവം വിവരിച്ചു കഴിഞ്ഞപ്പോൾ മോഹൻജി ചോദിച്ചു, ആ സാധു ആരാണെന്ന് താങ്കൾക്ക് അറിയാമോ? മോഹൻജിയുടെ ചോദ്യം കേട്ട് വായ്പക്കാരൻ വിസ്മയിച്ചു. സാധു ഒരു സന്യാസി ആയതുകൊണ്ടാണ് മോഹൻജി അദ്ദേഹത്തെ ബഹുമാനിച്ചത് എന്നാണ് വായ്പക്കാരൻ കരുതിയത്. അദ്ദേഹം ഒരു സിദ്ധപുരുഷനായിരിക്കാം എന്ന് ആലോചിച്ചിരുന്നില്ല. ഒടുവിൽ മോഹൻജി ചോദിച്ചു, താങ്കൾ സായിബാബയെ കണ്ടോ? വായ്പക്കാരൻ സ്തംഭിച്ചുപോയി. അങ്ങനെ ഒരു കാര്യം ആലോചിക്കാൻ കഴിയുമായിരുന്നില്ല. മോഹൻജി ഞങ്ങളോട് ഞാൻ എടുത്തിരുന്ന ഫോട്ടോകൾ നോക്കുവാൻ പറഞ്ഞു. എല്ലാം വളരെ വേഗം സംഭവിച്ചതുകൊണ്ട് 3 ഫോട്ടോകളെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സാധുവിൻ്റെ കാലുകൾ ബാബയുടെ പടത്തിലേതുമായി താരതമ്യം ചെയ്യുവാൻ മോഹൻജി പറഞ്ഞു. ഭിക്ഷയാചിക്കുന്ന ഒരു സാധു ഇത്രയധികം അധികാരവും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നത് അസാധാരണമായി തോന്നിയോ എന്ന് മോഹൻജി വായ്പക്കാരനോട് ചോദിച്ചു. അധികാരവും ആജ്ഞാശക്തിയും പ്രകടിപ്പിക്കുന്നതാണ് ബാബയുടെ പ്രകൃതി. ഒരു രാജാവ് ഒരു കോമാളിയുടെ വേഷം കെട്ടിയാലും തൻ്റെ അടിസ്ഥാനമായ രാജാവിൻ്റെ സ്വഭാവത്തിൽ തന്നെ പെരുമാറുമെന്ന് മോഹൻജി പറഞ്ഞു. വായ്പക്കാരന് പ്രധാനമായ 3 പാഠങ്ങൾ കൊടുക്കുവാനായി സായിബാബ സ്വയം ഇവിടേക്ക് വന്നു. 1. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കുവാനുള്ള കർശനമായ ഒരു ശകാരം. അദ്ദേഹത്തിന് ഒരു ബാങ്കിലെ വായ്പ അനുവദിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന പദവിയിൽ അഭിമാനവും അതിൻ്റെ അഹങ്കാരവും ഉണ്ടായിരുന്നിരിക്കാം. അദ്ദേഹം മോഹൻജിയുടെ ഒരു വലിയ ആരാധകനായിരുന്നു. മോഹൻജിയുടെ സമയത്തിനും സാമീപ്യത്തിനും വേണ്ടി വളരെ ആഗ്രഹിച്ചിരുന്നു. മാസങ്ങൾ കാത്തതിനു ശേഷമാണ് മോഹൻജിയെ കാണാൻ കഴിഞ്ഞത്. ഏറെക്കുറെ ഉടനെ തന്നെ ഈ സാധുവിൻ്റെ പിറകെ പോകേണ്ടതായും വന്നു. സാധു ഷാൾ തിരിയുവാൻ എത്രയധികം സമയമെടുത്തുവോ വായ്പക്കാരന് അത്രയധികം ഇച്ഛാഭംഗമുണ്ടായി. സാധു ആരാണെന്ന് അറിയാതെയാണ് തെരുവിൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വായ്പക്കാരൻ ഓടിയിരുന്നത്. സാധു താൻ അന്വേഷിച്ചത് കിട്ടുന്നതുവരെ വായ്പക്കാരനെ തെരുവുകളിലും കടകളിലും കൂടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. കൃത്യമായി താൻ അന്വേഷിച്ചിരുന്ന ഷാൾ തന്നെ കിട്ടുന്നതുവരെ സാധു ഒന്നും വാങ്ങാൻ തയ്യാറായില്ല. മുഷിപ്പിക്കുന്ന ഈ പിന്നാലെ പോകൽ വായ്പക്കാരനെ അക്ഷമനും കുപിതനുമാക്കി. ഇതൊരു നിസ്സാര കാര്യമാണെന്നാണ് വിചാരിച്ചത്. കഴിയുന്നത്ര നേരത്തെ മോഹൻജിയുടെ അടുത്തേക്ക് എത്താൻ വ്യഗ്രത ഉണ്ടായിരുന്നു. താമസമില്ലാതെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമെന്ന് അറിയാമായിരുന്നു. സാധുവിൻ്റെ രൂപത്തിൽ വന്ന സായിബാബ വായ്പക്കാരനെയും മോഹൻജിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയെയും അർപ്പണത്തെയും അദ്ദേഹത്തിൻ്റെ ക്ഷമയെയും പരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചത്. മോഹൻജിയെ കാണാൻ വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പ് ബാബയുടെ കൂടെ യാത്ര ചെയ്യാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാനും കഴിഞ്ഞതിലൂടെ സഫലമായി. ബാബ വായ്പക്കാരനെ ഓട്ടോറിക്ഷയിൽ തൻ്റെ കൂടെ ഇരുത്തിയില്ല. വായ്പക്കാരനോട് പിന്നിലിരിക്കാൻ പറഞ്ഞു. ഒരേ ഔന്നത്യമുള്ളവർ മാത്രമേ അടുത്തിരിക്കാവൂ. ഈ പശ്ചാത്തലത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഈ കഥയിൽ പ്രാധാന്യമില്ല. ബാബയുടെ അധികാരപൂർവമായ ഭാഷയും ആജ്ഞകളും വായ്പക്കാരനെ അലോസരപ്പെടുത്തുകയും ഉത്കണ്ഠപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സംസ്കാര സമ്പന്നമായ മനസ്സിന് അത് അനുചിതമായി തോന്നി. മറ്റൊരു തടസ്സവും ഇവിടെ തകർക്കപ്പെട്ടു. സമയം പോകുന്തോറും മോഹൻജിയെ വീണ്ടും കാണാൻ കഴിയാതെ വരുമോ എന്ന ഉത്കണ്ഠ കൊണ്ട് മനസ്സ് വിങ്ങി. അതുകൂടാതെ ബാബയുടെ പെരുമാറ്റവും രീതികളും വായ്പക്കാരനെ കോപാകുലനാക്കി. അവസാനം എല്ലാ പരീക്ഷണങ്ങൾക്കും ക്ലേശങ്ങൾക്കും ശേഷം അദ്ദേഹത്തിന് ദിവ്യാനുഗ്രഹമാകുന്ന അമൃത് ലഭിച്ചു. 2. ബാബ അദ്ദേഹത്തോട് ഗുരുവിൻ്റെ ആജ്ഞകൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ ഉപദേശിച്ചു. സ്വാമിജി നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, അതിൽ കൂടുതൽ ഒന്നും ചോദിക്കണ്ട എന്ന് ബാബ ദൃഢമായി പറഞ്ഞപ്പോൾ അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചത്. എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും മോഹൻജിയെ പിന്തുടരുമെന്ന അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തിന് എന്ത് അതിരില്ലാത്ത അനുഗ്രഹമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 3. ഒരു ഗുരുവിൻ്റെ മഹത്വം അദ്ദേഹത്തിൻ്റെ അതിവിനയത്തിൽ നിന്ന് മനസ്സിലാക്കാം. മോഹൻജിയോട് സംസാരിക്കാൻ വന്നപ്പോൾ തൻ്റെ ചെരുപ്പ് ഊരിവെച്ചതിലൂടെ അദ്ദേഹം ഒരു മാതൃക കാണിച്ചു.
എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിനെ തിരിച്ചറിയാതിരിക്കുന്നത് ഇത് 2ാം തവണയാണ്. ഒരേ ദിവസം 2 പ്രഹരങ്ങൾ. രാവിലെ ഹനുമാൻജിയെ തിരിച്ചറിഞ്ഞില്ല, ഇപ്പോൾ സായിബാബയെയും. സമൃദ്ധമായ അനുഗ്രഹം ലഭിച്ചിട്ടും എൻ്റെ ബോധക്കുറവിൽ എനിക്ക് വ്യസനം തോന്നി. എന്നാൽ അവർ കാണാൻ വന്നത് എന്നെയല്ല, മോഹൻജിയെയാണ് അവർക്ക് കാണേണ്ടിയിരുന്നത്. മോഹൻജിയുടെ കൃപ കൊണ്ട്, അദ്ദേഹത്തിന് അറിയുന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗം ഒരു സാക്ഷിയുടേതായിരുന്നു. ഒരു സാക്ഷി ഏറ്റവും നീതി ചെയ്യുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുമ്പോഴാണ്. സ്വാർത്ഥ താല്പര്യമില്ലാത്ത കാഴ്ചക്കാരൻ നിഷ്പക്ഷത പാലിക്കണം. അവിടെ നടക്കുന്നതിൻ്റെയും പങ്കെടുക്കുന്നവരുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാനല്ലാതിരിക്കണം. പിന്നീട് വിലയിരുത്തുമ്പോൾ എപ്പോഴും അവിടെ നടന്നതിൻ്റെ മാഹാത്മ്യം എനിക്ക് വെളിപ്പെടുന്നത് മോഹൻജിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ കൃത്യമായി അവ്യക്തമായ ഒരു കഴിവിനെ പ്രത്യക്ഷമായ ഒരു കഴിവാക്കി മാറ്റുന്നത്. പുനഃപരിശോധിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ 2 ഗുരുക്കന്മാരും കഴിച്ചു എന്നാണ് പറഞ്ഞത്. മോഹൻജി താൻ ഭക്ഷിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഈ 2 ഗുരുക്കന്മാർക്കും ആഹാരം അർപ്പിക്കുന്നു. ആ അർപ്പിച്ച ആഹാരം സ്വീകരിച്ചു, കഴിച്ചു എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. എന്തായാലും കഥ തുടരാം. ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാനുള്ള സമയമായി. കൊണ്ടുപോകുവാനായി ഗംഗാനദിയിലെ പുണ്യജലം കൊണ്ടുവരുവാൻ മോഹൻജി ആവശ്യപ്പെട്ടു. വെള്ളം എടുക്കുമ്പോൾ കരയിൽ നിന്നുള്ള മണ്ണ് കലങ്ങുകയില്ലേ എന്ന് ഞാൻ സംശയിച്ചു. വെള്ളം എടുക്കാൻ ഞാൻ വൃത്തിയുള്ള ഒരു സ്ഥലം തിരയുകയായിരുന്നു. കൽപ്പടവിൽ നിന്നിരുന്ന ഒരാളോട് ചോദിച്ചു. 1-2 സ്ഥലങ്ങൾ അയാൾ ചൂണ്ടിക്കാണിച്ചു. എവിടെ നിന്നായാലും വിരോധമില്ല, എല്ലാം നല്ലത് തന്നെ എന്ന് പറയുന്നത് പോലെ ആയിരുന്നു അത്. അയാൾ എൻ്റെ കുപ്പികൾ എടുത്ത് വെള്ളത്തിൽ കുറച്ചു ദൂരേക്ക് ഇറങ്ങി കുപ്പികളിൽ വെള്ളം നിറച്ച് എനിക്ക് തന്നു. ഞാൻ അയാളോട് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞ് തിരികെ പോന്നു. പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഗംഗാനദി കാണണമെന്ന് മോഹൻജി ആഗ്രഹിച്ചു. വായ്പക്കാരൻ പ്രത്യേകമായി SLR ക്യാമറ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം മോഹൻജിയുടെ കുറച്ചു നല്ല ഫോട്ടോകൾ എടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. മോഹൻജി അദ്ദേഹത്തോട് കൂടെ വരുവാൻ പറഞ്ഞു. നദിക്കരയിൽ വെച്ച് ഫോട്ടോ എടുക്കാം. അങ്ങനെ മോഹൻജി അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആഗ്രഹവും സാധിപ്പിച്ചു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. വായ്പക്കാരൻ മോഹൻജിയുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു. മുമ്പ് അവിടേക്ക് വന്നപ്പോൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൂലി അയാൾ ചോദിച്ചു. വണ്ടിക്കാരനുമായി പിശകുന്നത് മോഹൻജിക്ക് ഇഷ്ടമില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ കൊടുത്ത അതേ കൂലി തരാമെന്ന് ഞാൻ പറഞ്ഞു. അയാൾ സമ്മതിച്ചു. ഒരു വൃദ്ധൻ അവിടെ കാത്തു നിൽക്കുന്നത് മോഹൻജി കണ്ടു. അയാൾക്ക് ഞങ്ങളുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ ഞങ്ങളോട് പറഞ്ഞു. അയാൾക്ക് അത് വലിയ സന്തോഷമായിരുന്നു. സ്റ്റേഷനിൽ റിക്ഷയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൂലി താൻ കൊടുത്തുകൊള്ളാമെന്ന് വായ്പക്കാരൻ പറഞ്ഞു. ഡ്രൈവർ ആദ്യം ചോദിച്ച കൂലി കൊടുക്കുവാൻ മോഹൻജി ആവശ്യപ്പെട്ടു. സ്റ്റേഷനകത്തേക്ക് നടക്കുമ്പോൾ മോഹൻജി ഞങ്ങളോട് പറഞ്ഞു, പാവപ്പെട്ടവരുമായി ഒരിക്കലും വിലപേശരുത്. കുറച്ചു രൂപ ഒരുത്തനെ സന്തോഷിപ്പിക്കുമെങ്കിൽ നമുക്ക് അത് ചെയ്യാം. നമ്മെ പറ്റിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കണമെന്നല്ല. നമ്മുടെ കഴിവനുസരിച്ച് കഴിയുന്നത്ര ജനങ്ങളെ സന്തുഷ്ടരാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ ഡ്രൈവർ ജനങ്ങളിൽ സ്നേഹം കാണുകയും നാളെ ഒരാൾക്ക് ഒരു സൗജന്യ യാത്ര നൽകുകയും ചെയ്തേക്കാം. ഋഷികേശ് തുടക്ക സ്റ്റേഷൻ ആയതുകൊണ്ട് ട്രെയിൻ നേരത്തെ പ്ലാറ്റ്ഫോമിലെത്തിയിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങളുടെ സീറ്റുകളിൽ ഇരുന്നു. പിരിയുന്നതിന് മുമ്പുള്ള അവസാന നിമിഷങ്ങൾ മോഹൻജിയുടെ കൂടെ ചെലവഴിക്കുവാൻ വായ്പക്കാരൻ ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ട്രെയിൻ എപ്പോൾ എത്തുമെന്ന് മോഹൻജി ചോദിച്ചു. മാമുവിൽ നിന്ന് എനിക്ക് കിട്ടിയ സന്ദേശത്തിൽ ട്രെയിൻ പുറപ്പെടുന്ന സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൺലൈനായി താൻ ആ വിവരം അറിയാമെന്ന് വായ്പക്കാരൻ ചുമതലയേറ്റു. ട്രെയിൻ തൻ്റെ സ്ഥലമായ റൂർക്കി വഴിയാണ് പോകുന്നത് എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധമുദിച്ചു. അദ്ദേഹത്തിന് റിസർവേഷൻ ഇല്ലെങ്കിലും ഞങ്ങളുടെ കൂടെ പോരുവാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ഒരു ടിക്കറ്റ് എടുക്കാമെന്നും ടിക്കറ്റ് പരിശോധകൻ വരുമ്പോൾ തന്നെയും ഈ മുറിയിൽ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന് അയാളോട് അപേക്ഷിക്കാമെന്നും അദ്ദേഹം തീരുമാനിച്ചു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഓടി. ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് ടിക്കറ്റുമായി തിരിച്ചെത്തുകയും ചെയ്തു. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. മോഹൻജിയുടെ ഒരു നിസ്സാര ചോദ്യം
അല്പം മണിക്കൂറുകൾ കൂടി അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുവാൻ വായ്പക്കാരന് അവസരം നൽകി. ട്രെയിൻ നീങ്ങിത്തുടങ്ങിയപ്പോൾ അദ്ദേഹം മോഹൻജിയുടെ കാല് തിരുമുവാൻ അനുവാദം ചോദിച്ചു. വായ്പക്കാരൻ വളരെ സ്നേഹപൂർവ്വം മോഹൻജിയുടെ പാദങ്ങൾ തിരുമ്മി. അദ്ദേഹത്തിന് ഭാവിയിൽ ശീലിക്കുവാനായി മോഹൻജി ചില നിർദ്ദേശങ്ങൾ നൽകി. ഒരു രസകരമായ സംഭവം. ടിക്കറ്റ് പരിശോധകൻ വന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ടിക്കറ്റുകൾ പരിശോധിച്ചു. വായ്പക്കാരനോട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുക മാത്രം ചെയ്തു. റൂർക്കിയിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ പരിശോധകൻ തലയാട്ടി. ടിക്കറ്റ് ചോദിച്ചില്ല. വായ്പക്കാരൻ ആ മുറിയിൽ തുടരുവാൻ കഴിഞ്ഞു. റൂർക്കിയിലെത്തിയപ്പോൾ മോഹൻജിയുടെ അനുഗ്രഹം വാങ്ങി അദ്ദേഹം യാത്ര പറഞ്ഞു. ഇത്തവണ ഞങ്ങൾക്ക് സൈഡ് ബർത്തുകളാണ് കിട്ടിയത്. റെയിൽവേ ദൈവങ്ങൾ വേണ്ടത്ര പ്രീതിപ്പെട്ടില്ലായിരിക്കാം. താഴത്തെ സൈഡ് ബർത്ത് 2 സീറ്റുകൾ ചേർത്ത് ഇടുന്നതാണ്. സീറ്റുകൾ എപ്പോഴും 2 നിരപ്പിലായിരിക്കും. പുരുഷൻ്റെയും സ്ത്രീയുടെയും മനസ്സുകൾ പോലെ മുതുകിൻ്റെ താഴെ ഭാഗവും സീറ്റുമായി എപ്പോഴും കുറച്ച് അകലമുണ്ടായിരിക്കും. ഇത് കിടപ്പ് അസുഖകരമാക്കുന്നു. ടിക്കറ്റ് പരിശോധകനോട് പറഞ്ഞ് മോഹൻജിയുടെ ബർത്ത് ഒരു സാധാരണ താഴെ ബർത്താക്കി മാറ്റി മേടിക്കുവാൻ മാമുജി എന്നോട് നിർദ്ദേശിച്ചു. ഇത് കേട്ടപ്പോൾ മോഹൻജി അസന്ദിഗ്ധമായി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രത്യേക ആനുകൂല്യം ഒന്നും വേണ്ട. മോഹൻജി എപ്പോഴും അങ്ങനെയാണ്. തനിക്കുള്ള ആനുകൂല്യങ്ങൾ ഒഴിവാക്കുകയും മറ്റുള്ളവർക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നു. എന്നിട്ടും മോഹൻജി അറിയാതെ ഞാൻ ടിക്കറ്റ് പരിശോധകനെ ചെന്ന് കണ്ടു. മാറ്റി തരുവാൻ കഴിയുന്ന ബർത്ത് ഉണ്ടായിരുന്നില്ല. നിർഭാഗ്യവശാൽ മടക്കയാത്രയിൽ മോഹൻജിക്ക് കൂടുതൽ അസൗകര്യങ്ങൾ സഹിക്കേണ്ടതായി വന്നു. എൻ്റെ കാര്യമാകട്ടെ, നരകം തണുത്തുറഞ്ഞാൽ എങ്ങനെയിരിക്കും അങ്ങനെയായിരുന്നു. 2 AC-കളും മുഴുവൻ ശക്തിയോടെ എൻ്റെ ദേഹത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. ട്രെയിൻ ഞങ്ങൾക്കിറങ്ങേണ്ട സ്റ്റേഷനിൽ 2 മണിക്ക് എത്തും. അതുകൊണ്ട് ഞാൻ ഉറങ്ങേണ്ടെന്ന് വെച്ചു. മരവിപ്പിക്കുന്ന തണുപ്പ് എൻ്റെ നിശ്ചയത്തെ തെറ്റിച്ചു. ഞാൻ കനം കുറഞ്ഞ ഷീറ്റുകൾക്കുള്ളിൽ ഒളിച്ചു. അത് തണുത്ത കാറ്റിനെ കുറച്ചൊക്കെ തടഞ്ഞു. ഞാൻ 2 മണിക്കൂറോളം അലാറം എന്നെ ഉണർത്തുന്നതുവരെ ഉറങ്ങി. ഞങ്ങളുടെ സ്റ്റേഷനെത്താൻ പിന്നെയും 1 മണിക്കൂർ സമയമുണ്ടായിരുന്നു. ജാഗ്രതയോടെ ഇരിക്കാൻ സമയമായിരുന്നു. ശ്രദ്ധക്കുറവുകൊണ്ട് അറിയാതെ സ്റ്റേഷൻ കടന്നു പോകരുത്. മോഹൻജിക്ക് ഇത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയെങ്കിലോ എന്ന് കരുതി അലാറം വയ്ക്കുവാൻ പ്രത്യേകം പറഞ്ഞത്. അത് സൗകര്യമായി. വേണ്ട സമയത്ത് അത് എന്നെ ഉണർത്തി. ഒടുവിൽ ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തി. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ഞാൻ ഷേർസിംഗിനെ അഥവാ മീശയെ അറിയിച്ചിരുന്നു. മീശ കാത്തു നിന്നിരുന്നു. കഴിയുന്നത്ര വേഗം ഞങ്ങളെ ആശ്രമത്തിലേക്ക് എത്തിക്കുവാൻ മോഹൻജി മീശയ്ക്ക് അനുമതി കൊടുത്തു. മത്സ്യം വെള്ളത്തിനോട് എന്ന പോലെ മീശ ആ അനുമതിയോട് ഇണങ്ങി. ലക്കും ലഗാനുമില്ലാത്ത മീശയുടെ വേഗതയുടെയും റോഡിൽ കൃത്യമായ സ്ഥലങ്ങളിലൂടെയുള്ള കുഴികളുടെയും സഹായത്തോടെ ഞങ്ങൾ SUV-യുടെ ചിറകുകളിൽ പറക്കുകയായിരുന്നു. ഇതിനിടെ മോഹൻജി എന്നോട് ഒരു കപ്പ് ചായ കുടിക്കണമോ എന്ന് ചോദിച്ചു. എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. എന്നാൽ മോഹൻജിയെ കാത്തു നിർത്തുവാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. മീശയുടെ വേഗതയിൽ വലിയ പരുക്കുകളേൽക്കാതെ ഞങ്ങൾ ആശ്രമത്തിലെത്തി. ഞങ്ങൾ ആശ്രമത്തിലെത്തിയ ഉടൻ മോഹൻജി അവിടെ ഉണ്ടായിരുന്ന ദേവദാസ്ജിയോട് ചായ ഉണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു. സമയം വെളുപ്പിന് 4:30 മണിയായിരുന്നു. ഇനി ഉറങ്ങണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് വേണ്ടി ദേവദാസ്ജി ഒരു കപ്പ് ആവി പറക്കുന്ന ഉഗ്രൻ സാധാരണ ചായ ഉണ്ടാക്കി. മോഹൻജിക്ക് പാലും പഞ്ചസാരയും കൂടാത്ത ഔഷധ ചായയാണ്. എനിക്ക് വലിയ സന്തോഷവും നന്ദിയും തോന്നി. ഗുരു നമ്മുടെ ആവശ്യങ്ങൾ, അവ എത്ര ചെറിയവയായിരുന്നാലും അറിയുകയും അനുവദിക്കുകയും ചെയ്യുന്നു. ആ തണുത്ത പ്രഭാതത്തിൽ ഒരു ചുടുചായ മുത്തിക്കുടിക്കുകയും ഒരു സിഗരറ്റ് വലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് മോഹൻജിയെ നമസ്കരിച്ചു. അർഹതയില്ലാത്ത എന്നിൽ അദ്ദേഹം ചൊരിയുന്ന അളവില്ലാത്ത അനുഗ്രഹത്തിനും ഈ നിരുപാധികമായ സ്നേഹത്തിനും കൃപയ്ക്കും ഞാൻ അർഹനാണെന്ന് തെളിയിക്കുവാൻ ഒരു ദിവസം എനിക്ക് കഴിയുമാറാകുമെന്ന് ആശിക്കുകയും ചെയ്തു. വായ്പക്കാരനെ കുറിച്ച് പുതിയ വിവരങ്ങൾ. ഈ അനുഭവത്തിന് ശേഷം അദ്ദേഹം പൂർണ്ണമായും മാറിയതായി തോന്നി. പോകുന്നതിനു മുമ്പ് അദ്ദേഹം മോഹൻജിയുടെ ധ്യാനങ്ങൾ തൻ്റെ വീട്ടിൽ വെച്ച് ശീലിക്കുമെന്നും നഷ്ടപ്പെട്ട സമയം തിരികെ പിടിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും തീരുമാനമെടുത്തു. ഇതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ പുരോഗതി അറിയണമെന്നും കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തെ സഹായിക്കണമെന്നും ഞാൻ നിശ്ചയിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം താൻ ഉടനെ തുടങ്ങും
എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് അതേ മറുപടി. 3-ാം ആഴ്ചയും അതേ ഒഴികഴിവുകൾ. 3-4 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ശ്രമം ഉപേക്ഷിച്ചു. പ്രതിജ്ഞാബദ്ധതയുടെ അഭാവം സ്പഷ്ടമായിരുന്നു. ഏകദേശം 1 വർഷത്തിനു ശേഷം മോഹൻജി കർണൂലിൽ ഗുരുജിയെ, ശ്രീ അവധൂതനാഥാനന്ദ ഗുരുജിയെ സന്ദർശിച്ചു. ആശ്രമത്തിൽ മോഹൻജി ഗുരുജിയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. ഗുരുജിയുടെ അടുത്ത സഹചാരിയായ ആനന്ദ് എന്നൊരാൾ ഫോണിൽ സംസാരിക്കുന്നു. അദ്ദേഹം ഉറക്കെ പറയുന്നത് കേട്ടു. നിങ്ങൾ ഗുരുജിയെ സന്ദർശിക്കാൻ വരികയാണോ? ഓ, നിങ്ങൾ മോഹൻജിയുടെ ശിഷ്യനാണോ? അത് മോഹൻജിയുടെ ശ്രദ്ധയാകർഷിച്ചു. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ ശിഷ്യനോ? ഞാൻ അയാളോട് സംസാരിക്കട്ടെ. മറുഭാഗത്ത് ആരായിരുന്നു എന്ന് ഊഹിക്കാമോ? നമ്മുടെ പ്രിയപ്പെട്ട, പ്രവൃത്തിയിൽ പിന്നീട് കാണാത്ത വായ്പക്കാരൻ. മോഹൻജി പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും വരൂ. പിറ്റേ ദിവസം പ്രഭാതത്തിൽ വായ്പക്കാരൻ വന്നു. ഗുരുജിയും മോഹൻജിയും കസേരകളിൽ ഇരുന്നിരുന്നു. ഞങ്ങൾ കുറേ പേർ അവർക്ക് ചുറ്റുമായി നിലത്തും. ഒരു അനൗദ്യോഗിക സത്സംഗം നടന്നുകൊണ്ടിരുന്നു. വായ്പക്കാരൻ വന്ന് ഞങ്ങളുടെ കൂടെ നിലത്തിരുന്നു. അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. വിഡ്ഢിയായ ഒരു ഭാവവും ഉണ്ടായിരുന്നു. അദ്ദേഹം മോഹൻജിയെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. മോഹൻജി തൻ്റെ ശിഷ്യനെ സ്വാഗതം ചെയ്തുകൊണ്ട് കൊള്ളിവാക്കായി പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിയിച്ചതിന് നന്ദി. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വാഗതം. ഗുരുജി വായ്പക്കാരനോട് അദ്ദേഹത്തിൻ്റെ യാത്രയെപ്പറ്റിയും അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നും ചോദിച്ചു. വായ്പക്കാരൻ വരുന്നതിന് മുമ്പ് നടന്നിരുന്ന സംഭാഷണം നിർത്തിയെടുത്തു നിന്ന് തുടർന്നു. പെട്ടെന്ന് ഗുരുജി വായ്പക്കാരൻ്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. ഞാൻ അത് ഇപ്പോൾ തന്നെ തരും. വായ്പക്കാരൻ വിസ്മയിച്ചു പോയി. അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. മോഹൻജിയെയും ഗുരുജിയെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആലോചിക്കാതെ പറഞ്ഞുപോയി, എനിക്ക് മോഹൻജിയെ വേണം. പിന്നെ മുമ്പൊരിക്കലുണ്ടായതിൻ്റെ ആവർത്തനമായിരുന്നു. മോഹൻജി അതുവരെ ആദ്യം സ്വാഗതം ചെയ്തപ്പോൾ ഒഴികെ വായ്പക്കാരൻ്റെ സാന്നിധ്യം തികച്ചും അവഗണിക്കുകയായിരുന്നു. മോഹൻജി ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ വേണം? എന്നെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞോ? പിന്നെ മോഹൻജി ഗുരുജിയുടെ മുമ്പിൽ വെച്ച് ഒരു വിറയ്ക്കുന്ന വായ്പക്കാരനെ വാക്കുകൾ കൊണ്ട് പ്രഹരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വരുന്നുണ്ടെന്ന് ആദ്യം നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. മുമ്പ് കിട്ടിയ പ്രഹരങ്ങൾക്കെല്ലാം ശേഷവും നിങ്ങൾ ഇവിടെ വന്നു. അത് മോഹൻജിയുടെ ശിഷ്യനാണെന്ന ഒരു വ്യാജ അവകാശം പറഞ്ഞുകൊണ്ട്. ഇനി എൻ്റെ പേര് ഉപയോഗിക്കരുത്. നിങ്ങൾ ഗുരുജിയുടെ ആത്മകഥ വായിച്ചിരുന്നിരിക്കണം. നിങ്ങൾ ഗുരുജിയോട് അടുക്കുവാൻ നിശ്ചയിച്ചു. നിങ്ങൾക്ക് ജ്ഞാൻഗഞ്ചിലേക്ക് പോകുവാൻ ഒരവസരം കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചു. വായ്പക്കാരൻ കരയാൻ തുടങ്ങി. ഗുരുജി ഇടപെട്ടു. പാവം കുട്ടി കരയുന്നു, അയാളെ വെറുതെ വിടൂ. മോഹൻജി പറഞ്ഞു, ഞാൻ ഈ വികാരപ്രകടനങ്ങളൊന്നും ശ്രദ്ധിക്കുകയില്ല. ഞാൻ ഒരു 100 വർഷം അയാളിൽ പ്രവർത്തിച്ചാലും അയാൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. അയാൾ ഉയർന്ന പദവിയിലുള്ള ഒരാളാണ്. അയാളിൽ നിന്ന് ആനുകൂല്യം വേണ്ടവർ വളരെ പേർ ഉണ്ടായിരിക്കും. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഗുരുജിക്ക് കഷ്ടം തോന്നി. അദ്ദേഹം ചോദിച്ചു, എനിക്ക് വേണ്ടി അയാൾക്ക് ആരംഭം കൊടുക്കാമോ? മോഹൻജി തുടർന്നു, അത് തികച്ചും നിഷ്പ്രയോജനമാണ്. ഒരു ഗുണവുമില്ല. എൻ്റെയും അയാളുടെയും സമയം പാഴാക്കലായിരിക്കും അത്. അദ്ദേഹം വായ്പക്കാരനോട് പറഞ്ഞു, ഈ കരച്ചിൽ നാടകം എൻ്റെ അടുത്ത് കൊണ്ടുവരരുത്. നിങ്ങളുടെ കണ്ണുനീര് എന്നെ അലിയിക്കുകയില്ല. നിങ്ങളെ പോലുള്ളവരോട് ഞാൻ ദയ കാണിക്കാറില്ല. ഗുരുജി നിർബന്ധിച്ചു കൊണ്ടിരുന്നു. മോഹൻജി വിസമ്മതിച്ചുകൊണ്ടും. ഒടുവിൽ ഗുരുജി പറഞ്ഞു, മോഹൻജി എന്നെ ഗുരുവായി അംഗീകരിക്കുന്നെങ്കിൽ അയാൾക്ക് ആരംഭം കൊടുക്കൂ. മോഹൻജി മറുപടി പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ അതാണെങ്കിൽ ഞാനത് അനുസരിക്കും. എന്നാൽ ഞാൻ ഇപ്പോഴേ പറയാം, ഇതൊരു വിഫല പ്രയത്നമാണ്. ഇത് അയാളിൽ ഒരു ഗുണവും ചെയ്യില്ല. ഇതെല്ലാം ഒരു ആൾക്കൂട്ടത്തിന് മുൻപിൽ വെച്ചാണ് നടന്നത്. വായ്പക്കാരൻ ബുദ്ധിഹീനായി അതിൻ്റെ നടുവിലും. അദ്ദേഹം പിന്നീട് ദേവദാസ്ജിയോട് പറഞ്ഞു, അടുത്ത ട്രെയിൻ എപ്പോഴാണ് വരുന്നത് എന്ന് ഞാൻ അന്വേഷിക്കും. ഞാൻ ട്രെയിനിന് മുമ്പിൽ ചാടി ചാവും. അന്ന് വൈകുന്നേരം ഗുരുജിയുടെ ശിഷ്യയായ സുജാത അക്കയും ഗുരുജിയും മോഹൻജിയും ഞാനും ഗുരുജിയുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഗുരുജി എന്നോടും സുജാത അക്കയോടുമായി ചോദിച്ചു, ഞാൻ ഊർജ കൈമാറ്റം ചെയ്തതിന് ശേഷം സാങ്കേതികമായി മോഹൻജി എൻ്റെ ശിഷ്യനാണ്. ഇപ്പോഴും ഞാൻ മോഹൻജിയെ സഹോദരൻ എന്നാണ് പറയുന്നത്. കാരണം അറിയാമോ? വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത്.
ഞങ്ങൾ ചില ഉത്തരങ്ങൾ പറയാൻ ശ്രമിച്ചു. ഗുരുജി അതെല്ലാം തള്ളിക്കളഞ്ഞു. ഗുരുജി പിന്നെ വിവരിച്ചു, മോഹൻജി ശിവന്റെ പുത്രനാണ്, ഞാൻ മാതാവിൻ്റെ പുത്രനും. അദ്ദേഹത്തിന് മാതാവിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. എനിക്ക് പിതാവുമായും കാര്യമൊന്നുമില്ല. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ മാതാപിതാക്കളുടെ സന്തതികളാണ്. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ സഹോദരനാണ്. ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ സഹജങ്ങളായ വ്യത്യസ്തതകളുടെ പ്രകാശനമാണ്. ശിവനായ മോഹൻജി ശിവന്റെ കാർക്കശ്യം കാണിച്ചു. ഞാൻ ദിവ്യമാതാവിൻ്റെ ഉത്കണ്ഠയും വാത്സല്യവും കാണിച്ചു. മോഹൻജി ആദ്യമായി എന്നെ കാണാൻ വന്നപ്പോൾ താൻ ആരാണെന്ന് എന്നോട് പറഞ്ഞില്ല. മോഹൻജിയുടെ നേരെ നോക്കി അദ്ദേഹം തുടർന്നു, മോഹൻജി ആരാണെന്നും എന്തിനു വേണ്ടിയാണ് വന്നതെന്നും ഞാൻ ചോദിച്ചു. ഞാൻ മോഹൻജിയാണ്, അങ്ങയുടെ അനുഗ്രഹം വാങ്ങുവാൻ വന്നതാണ് എന്ന് മാത്രം പറഞ്ഞു. മോഹൻജി വെളിപ്പെടുത്തിയില്ലെങ്കിലും അദ്ദേഹം ആരാണെന്നും മോഹൻജിയോട് ആദരവ് കാണിക്കണമെന്നും അമ്മയും ബാബാജിയും എന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് മോഹൻജി ആരാണെന്ന് വെളിപ്പെടുത്താതിരുന്നത്? മോഹൻജി മറുപടി പറഞ്ഞു, ഒന്നും വെളിപ്പെടുത്താനില്ല. ഞാൻ എന്ത് വെളിപ്പെടുത്തും? അത് പ്രധാനമല്ല. ഗുരുജി പറഞ്ഞു. ഗുരുമണ്ഡലം എന്നോട് അദ്ദേഹത്തെ തണുപ്പിക്കുവാൻ പറഞ്ഞു. അദ്ദേഹത്തിൽ വളരെയധികം അഗ്നിയുണ്ട്. അത് മറ്റുള്ളവരെ അടുത്തു വരുവാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രീവിദ്യയിലേക്ക്, ദിവ്യമാതാവിനെ കേന്ദ്രീകരിച്ചുള്ള ഉപാസനയിലേക്ക് ആരംഭം കൊടുത്തത്. പിറ്റേ ദിവസം കർണൂൽ ആശ്രമത്തിൽ വെച്ച് മോഹൻജി വായ്പക്കാരന് ശ്രീവിദ്യയിലേക്ക് ആരംഭം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥ ശുഭമായി പര്യവസാനിച്ചു. ഞാൻ അദ്ദേഹത്തെ വീണ്ടും 2018 യുഗാദി സേവയിൽ വെച്ച് കണ്ടു. അദ്ദേഹം ആകെ മാറിയിരുന്നു. 1 വർഷത്തിനു ശേഷം വാരണാസിയിൽ എൻ്റെ വീട്ടിൽ ഗുരുജിക്ക് കുറച്ചു മാസങ്ങളോളം ആതിഥ്യം നൽകുവാനും ഗുരുജിയെ സേവിക്കാനുമുള്ള മഹാഭാഗ്യവും അദ്ദേഹത്തിനുണ്ടായി. അപ്പോഴേക്ക് അദ്ദേഹം റൂർക്കിയിൽ നിന്ന് വാരണാസിയിലേക്ക് സ്ഥലം മാറിയിരുന്നു. പിന്നെ അദ്ദേഹം മോഹൻജിയുടെ കൂടെ കുംഭമേളയിൽ പങ്കെടുത്തു. മോഹൻജിയും പിന്നീട് ഗുരുജിയും അദ്ദേഹത്തെ ഈ സംഭവങ്ങളിൽ കൂടിയെല്ലാം നയിച്ച് ഒടുവിൽ വിമോചനത്തിൻ്റെ പാതയിൽ നടക്കുവാൻ പ്രാപ്തനാക്കി. ഗുരുക്കന്മാർ അവർക്കുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഉത്കണ്ഠ, കോപം മുതലായ വികാരങ്ങൾ കൊണ്ട് നമ്മെ വിഡ്ഢികളാക്കിയേക്കാം. അവരുടെ വികാരങ്ങൾ വെറും താൽക്കാലികമാണ്. സാധാരണയായി അവർ ആരുമായാണോ ഇടപെടുന്നത് അയാളുടെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമായിരിക്കും അത്. സാധാരണക്കാർക്ക് ഉള്ളതുപോലെ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കുകയും ഇടയ്ക്കിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം വികാരങ്ങൾ അവർക്കില്ല. അവർ തീർപ്പ് കൽപ്പിക്കുന്നവരല്ല. അവർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. നിങ്ങളുടെ വിഡ്ഢിത്തങ്ങളെ ചെറിയൊരു പരിഹാസം കൊണ്ടോ തമാശ കൊണ്ടോ മാപ്പാക്കുന്നു. അധികം അവസരങ്ങളിലും അവ നിങ്ങളുടെ സ്വഭാവത്തിലെ തകരാറുകളെയും ന്യൂനതകളെയും പൊങ്ങച്ചങ്ങളെയും മറ്റും നീക്കുവാൻ കാരണമാകുന്നു. സാധാരണമായി തോന്നുന്ന ഒരു വാക്കോ ചേഷ്ടയോ ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു മാംസാർബുദത്തെ മുറിച്ചു നീക്കുവാനുള്ള ശസ്ത്രക്രിയയായിരിക്കാം. അവരുടെ കോപം മിക്കവാറും എല്ലായ്പ്പോഴും കഠിനമായ തടസ്സങ്ങളെയോ ജന്മസിദ്ധമായ നിഷേധാത്മകതയെയോ ശ്രദ്ധ തിരിക്കുന്ന ഒരു വസ്തുവിനെയോ കർമാധിഷ്ഠമായ ഒരു ഉറച്ച ശീലത്തെയോ നീക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഗുരുക്കന്മാർ കഠിനമായ ശിക്ഷ നൽകുമ്പോഴും അത് നിരുപാധികമായ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്, ഒരിക്കലും ദ്രോഹചിന്ത കൊണ്ട് ചെയ്യുന്നതല്ല. 2 അവസരങ്ങളിലും വായ്പക്കാരനോട് ഉണ്ടായ മോഹൻജിയുടെ കർക്കശമായ പെരുമാറ്റം വായ്പക്കാരൻ്റെ പുരോഗതിക്ക് വിഘാതമായിരിക്കുന്ന തടസ്സാവസ്ഥകളെ നീക്കം ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. വളരെ കാലമായി മാറ്റാൻ കഴിയാത്ത ഒരു ജീവിതശൈലിയിൽ ഉറച്ചുപോയ ഒരു ആരാധകനെ കരകയറ്റാനായി 2 ഗുരുക്കന്മാരും ചേർന്ന് ഒരു ദിവ്യനാടകം ആസൂത്രണം ചെയ്ത് നടത്തി. സഹജവും സ്പഷ്ടവുമായ പരിമിതികളുള്ള മനുഷ്യൻ്റെ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രാപഞ്ചിക ബോധത്തിൽ വേരുറച്ച ഗുരുക്കന്മാരുടെ പ്രവൃത്തികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ്. അപ്പോൾ നമ്മുടെ മാനുഷിക പരിമിതികൾ വെച്ചുകൊണ്ട് അറിയാൻ കഴിയാത്തതിനെ അറിയാൻ ശ്രമിക്കുന്നത് ബുദ്ധിശൂന്യതയല്ലേ?